ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു 8-ൻ്റെ പണിയാട്ടോ. ഒരു അപ്പോക്സി ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും ഉണങ്ങുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ മാത്രമല്ല 2 ദിവസം കഴിഞ്ഞിട്ടും ഉണങ്ങാത്തൊരു അപ്പോക്സി. മുത്തേരില്ല സൈറ്റിൽ നമ്മളിൻ്റെ മുന്നേ പണിയൊക്കെ ഏകദേശം തീർത്ത് പോയതാണ്. അപ്പോക്സിൻ്റെ പണികളും ചില്ലറ പണികളാണ് ബാക്കിയിൽ. അപ്പോൾ 4 ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. 4 ബാത്റൂം 7 അടി ഹൈറ്റിലാണ് ഒട്ടിച്ചത്. അപ്പോൾ ബാത്റൂമെല്ലാം ടൈൽ ക്ലീനൊക്കെ ഇട്ട് അണ്ടർഫില്ലൊക്കെ ചെയ്ത് നല്ല തീരെ അപ്പോക്സിയൊക്കെ ചെയ്ത് പോയതാണ്. അപ്പോക്സി ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ അപ്പോക്സി ഉണങ്ങുന്നില്ല. അങ്ങനെ ഇതിൻ്റെ കമ്പനി ആളെ വിളിച്ച് കമ്പനിയിൽ നിന്ന് 2 ആൾക്കാർ വന്ന് അവർ അപ്പോക്സിയൊക്കെ ചെയ്തിട്ട് പോയി. അവർ ചെയ്തിട്ട് പോയിട്ടും ഇത് തന്നെ അവസ്ഥ. ഒരു ദിവസത്ത് ഉണങ്ങിയില്ല. അതിന് മുന്നേ ചെയ്തത് 2 ദിവസം മുന്നേ ചെയ്തതും ഉണങ്ങിയില്ല. അപ്പോൾ ഏതാണ് കമ്പനി എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം അത് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ബക്കറ്റിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ വെറുതെ അവരെ വയറ്റൊക്കെ നമ്മൾ അടിക്കേണ്ടല്ലോ. അപ്പോൾ അപ്പോക്സി ചെയ്താണെങ്കിലും ഉണങ്ങാതെ കുറേ സാധനം വേസ്റ്റായ സാധനം എടുത്ത് കൊണ്ടുപോകാൻ റിട്ടേൺ കൊണ്ടുവരാനൊന്നും ഒരു പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത എക്കോപോക്സി എന്ന് പറയുന്ന അപ്പോക്സി വാങ്ങിയിട്ട് ഞങ്ങൾ ചെയ്ത്. അപ്പോൾ ഒരു അപ്പോക്സിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് വീട്ടുകാർക്ക് പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപ്പോക്സിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത് വീട്ടുകാർക്ക് മനസ്സിലായി അടുത്ത അപ്പോക്സി കൊണ്ടുവന്ന് നല്ല വൃത്തിയിൽ അത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടോ. അത് ഒരു ദിവസം തന്നെ ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങി ക്ലിയറായി നല്ല ഫിനിഷിങ്ങുമായി വർക്ക് കഴിഞ്ഞപ്പോൾ അത് ചെയ്യാൻ തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കാം. കാരണം ചില സമയങ്ങളിൽ ഇങ്ങനത്തെ അപ്പോസികൾ നമുക്കൊരു പരിചയമില്ലാത്ത അപ്പോസികളൊക്കെ വരും. 8-ൻ്റെ പണി കിട്ടും. അപ്പോൾ എന്താണെങ്കിലും രണ്ടാമത് വന്ന അപ്പോക്സി കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ അപ്പോക്സിയൊക്കെ ചെയ്ത് വർക്കെല്ലാം ക്ലിയർ ആക്കി കൊടുക്കണം. കഴിഞ്ഞ സൈറ്റ് പറഞ്ഞപ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഒരു സൈറ്റാട്ടത്. ഇവിടെ നല്ല ഭക്ഷണമാണ്. ഞങ്ങളെ ഇവിടെയുള്ള സ്നേഹമാണ് ഒരു ഭക്ഷണത്തിനോട് കാണിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ ഭക്ഷണത്തിനൊരു കുറവില്ല. അടിപൊളി ഫുഡ്. ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ചുമർ സൈഡ് കറക്റ്റ് 3 കട്ടിങ് ക്ലിയർ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോക്സിൻ്റെ വർക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് എടുത്ത് കാണിക്കുക. ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അതും അപ്പോക്സിൻ്റെ വർക്ക് കഴിയുമ്പോൾ അതൊരു ബോറായിട്ടും കാണിക്കും. അപ്പോൾ നമ്മളെ കട്ടിങ് ഒക്കെ പക്ക ക്ലിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമർ സൈഡൊക്കെ അപ്പോക്സി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയുണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ സൈറ്റുമായിട്ട് വരുന്നവരെ ബൈ.